ഡിപ്പോർട്ടിവോ അലാവസ് ബാഴ്സലോണ മത്സരത്തിന് മുമ്പ് ഞാൻ ആ ലൈനപ്പ് ചുമ്മാ അങ്ങ് കയറി നോക്കി. സാധാരണ എല്ലാ മത്സരങ്ങളും ഞാൻ കാണുന്നതിന് മുമ്പ് മത്സരത്തിന്റെ ആ ഒരു ലൈനപ്പ് ഒരു 10 മിനിറ്റോ ഒരു 15 അരമണിക്കൂർ മുമ്പൊക്കെ ലൈനപ്പ് ചുമ്മാ കയറി നോക്കും. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഒരു കാര്യം, എന്തായാലും ബാഴ്സ കപ്പടിച്ചല്ലോ, അപ്പോൾ ഇതുവരെ കളിക്കാൻ അവസരം ലഭിക്കാത്ത ആർക്കെങ്കിലും അവസരം ലഭിക്കാം. മാർക്ക് ബെർണാഡിനെ കളിപ്പിക്കാൻ സാധ്യതയുണ്ട്, ഇത് ഞാൻ വിചാരിച്ചൊരു കാര്യമായിരുന്നു. ആളെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു മാർക്ക് കസഡിയെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഷെഫ്നി ആളെ കീപ്പർ പൊസിഷനിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആൾക്ക് ഇനി അടുത്ത സീസണിൽ ആൾ കാണുമെന്ന് അറിഞ്ഞൂടാ. കോൺട്രാക്ട് അനുസരിച്ച് അടുത്ത സീസണിൽ കോൺട്രാക്ട് ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അടുത്ത സീസണിൽ കാണുമെന്ന് ഉറപ്പില്ല. അപ്പോൾ അങ്ങനെ ഉള്ള കളിക്കാൻ അവസരം കിട്ടാതെ കുറച്ച് താരങ്ങളെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് സെന്റർ ബാക്ക് പൊസിഷനിൽ പൗ കുബാർസിക്കൊപ്പം ഒരു പുതിയ സെന്റർ ബാക്ക്, ബാഴ്സയ്ക്ക് ഏറ്റവും വലിയ തലവേദന പിടിച്ചൊരു പൊസിഷനാണ് സെന്റർ ബാക്ക്. അവിടെ ഒരു പുതിയ സെന്റർ ബാക്ക്, ആൽവാരോ കോർട്ടസ്, അതാണ് ആളുടെ പേര്. അപ്പൊ ആരാണ് ആൽവാരോ കോർട്ടസ്, എന്താണ് ആൽവാരോ കോർട്ടസ്, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. പിന്നെ കഴിഞ്ഞ മത്സരത്തിലെ ആൽവാരോ കോർട്ടസിന്റെ പെർഫോമൻസ് നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. നമ്മൾ സ്ഥിരം വീഡിയോസ് ഇടുന്ന ഒരു കുഞ്ഞു ചാനലാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ആൽവാരോ കോർട്ടസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എത്ര പേര് അണ്ടർ-20 വേൾഡ് കപ്പ് കണ്ടിട്ടുണ്ട്? ഞാൻ ഇന്ത്യയിൽ വെച്ചൊരു അണ്ടർ-17 വേൾഡ് കപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നടന്നിട്ടുള്ള എല്ലാ അണ്ടർ-17 അണ്ടർ-20 ടൂർണമെന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു സെപ്റ്റംബറിലോ ഒക്ടോബറിലോ എന്തോ ആണ് കഴിഞ്ഞ വർഷം അണ്ടർ-20 വേൾഡ് കപ്പ് നടന്നിരുന്നു. ഫൈനലിൽ മൊറോക്കയും അർജന്റീനയായിരുന്നു വന്നിരുന്നത്. അർജന്റീന എതിരില്ലാത്ത 2 ഗോളുകൾക്ക് മൊറോക്കോ തോൽപ്പിച്ചു. നിങ്ങൾക്ക് ഓർമ്മ കാണുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ആ മത്സരത്തിന് ശേഷം അർജന്റീനിയൻ ടീമിനെ സപ്പോർട്ട് ചെയ്തിട്ട് മെസ്സി ഒരു സ്റ്റോറിയോ പോസ്റ്റോ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു മത്സരം ഉൾപ്പെടെ ആ ടൂർണമെന്റിൽ അർജന്റീനയുടെ മത്സരങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ബ്രസീലിന്റെ മത്സരങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. ബ്രസീൽ ഗ്രൂപ്പിൽ എന്തോ പുറത്താവും. പിന്നെ ഈ സ്പെയിനിന്റെ ഞാൻ കണ്ട 3 മാച്ച് ഒന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ബ്രസീലിനെതിരെയുള്ള ഒരു മാച്ച്, കൊളംബിയക്കെതിരെയുള്ള ഒരു മാച്ച്, മൊറോക്കോയ്ക്കെതിരെയുള്ള മാച്ച്. ഈ 3 മാച്ചേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു സ്പെയിന് നടത്തിയിട്ടുണ്ടായിരുന്നു ആ വേൾഡ് കപ്പിൽ. ഞാനിതിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ. ഈ ഒരു അർജന്റീനയുടെയും ബ്രസീലിന്റെ ഒക്കെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൂർണമെന്റിൽ മൊറോക്കയും കിടിലൻ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. മൊറോക്കോയുടെ സിസ്റ്റം, ഫുട്ബോൾ സിസ്റ്റം നല്ല രീതിക്ക് ഡെവലപ്പ് ആയിട്ടുണ്ട്. അവരുടെ യങ്സ്റ്റേഴ്സിനൊക്കെ വേറെ ലെവൽ ടാലന്റ് ആണ്. അപ്പോൾ ഭാവിയിൽ അവർ വലിയൊരു ടീമായി മാറാൻ സാധ്യതയുണ്ട്. ഓൾറെഡി നല്ലൊരു ടീമാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിലടക്കം സെമി വരെ എത്തിയല്ലോ. പിന്നെ അവരുടെ ആ ഒരു ആഫ്രിക്കൻ കപ്പ് ഓഫ് നാഷൻസ് ഫൈനല്, പിന്നെ അതിനെ ചുറ്റിപ്പറ്റി കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കപ്പ് അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് കൊടുക്കുക എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പിന്നെ അറബ് കപ്പ്, അത് ഫിഫ അറബ് കപ്പാണ് തോന്നുന്നത്, അത് അവർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ഫുട്ബോൾ നല്ല രീതിയിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതല്ല സംഭവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ നടന്നിട്ടുണ്ടായിരുന്ന ബ്രസീലും സ്പെയിനും തമ്മിലുള്ള മത്സരം, ആ മാച്ചിൽ ഈ ഒരു ആൽവാരോ കോർട്ടസിനെ സബ്ബായിട്ട് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ആള് ആ മാച്ച് അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, സബ്ബായിട്ട് കളിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു പ്ലെയറിനെ കുറിച്ച് നോക്കിയ സമയത്ത് കണ്ടതാണ്. ആ മാച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ഓർക്കുന്നില്ല പെർഫോമൻസ് ഒന്നും. അപ്പോൾ ആൽവാരോ കോർട്ടസിനെ കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ആള് ഇപ്പോൾ ഒരു 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യങ് പ്ലെയർ ആണ്. ബാഴ്സ അത്ലറ്റ് അറിയാലോ എന്താണ് ഏതാണെന്ന്. ബാഴ്സയുടെ ഒരു റിസർവ് ടീമാണ്, അവർക്ക് വേണ്ടിയാണ് ആൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ക്യാപ്റ്റനാണ്, ബാഴ്സയുടെ റിസർവ് ടീമിന്റെ ക്യാപ്റ്റനാണ്. സ്പാനിഷ് പ്ലെയർ ആണ്. സ്പെയിനിന്റെ അണ്ടർ-20 അതുപോലെ അണ്ടർ-17 കാറ്റഗറിയിലൊക്കെ ആൾ കളിച്ചിട്ടുണ്ട്. 21 വയസ്സാണ് നിലവിലുള്ളത്. മാർച്ച് 2005 മാർച്ച് 17-ാം തീയതിയാണ് ആൾ ജനിച്ചിട്ടുള്ളത്. ആൾക്ക് ഇപ്പോൾ 21 വയസ്സാണ്. 189 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു ലെഫ്റ്റ് ഫുട്ടഡ് സെന്റർ ബാക്ക് ആണ്. ബാഴ്സയ്ക്ക് വേണ്ടതും ലെഫ്റ്റ് ഫുട്ടഡ് സെന്റർ ബാക്കിനെയാണ്. അപ്പോൾ ആളും ഒരു ലെഫ്റ്റ് ഫുട്ടഡ് സെന്റർ ബാക്ക് ആണ്. ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ബാഴ്സയുമായിട്ട് 2028 വരെയുള്ള ഒരു കോൺട്രാക്റ്റ് ആൾ സൈൻ ചെയ്തു. മാർച്ച് 2026 സൈൻ ചെയ്തിരുന്നത്. ഞാനത് കണ്ടിരിക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ ഞാൻ ഓർക്കുന്നില്ല അങ്ങനെ ഒരു വാർത്ത വന്നിട്ടുള്ളത്. ഫെബ്രിസോ റൊമാനൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കണ്ടിരിക്കാം. നമ്മൾ ഈ ചെറിയ പ്ലെയേഴ്സ് ഒക്കെ ഇങ്ങനെ സൈൻ ചെയ്യുമ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കാൻ പോകത്തില്ലല്ലോ, കളിക്കുമ്പോഴല്ലേ അത് ശ്രദ്ധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അത് കണ്ടിരിക്കാം. ആള് ബാഴ്സയുടെ ലാമാസി അക്കാഡമിയിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ഒരു പ്ലെയർ ഒന്നുമല്ല.
റയൽ സാവിയോസയ അങ്ങനെ സർവോസയ അങ്ങനെ ഒരു അക്കാഡമിയിൽ നിന്നാണ് ആൾ വളർന്നു വന്നിട്ടുണ്ട്. 2021 ബാഴ്സലോണയിലേക്ക് ആൾ വന്ന് ചേർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 15-16 വയസ്സെന്തോ ആളുള്ളൂ ആ ഒരു സമയത്ത്. ബാഴ്സയുടെ അക്കാഡമിയിലോട്ട് തന്നെ 15-16 വയസ്സ് എന്ന് പറയുമ്പോൾ ബാഴ്സയുടെ അക്കാഡമിയിലോട്ട് തന്നെ പോവുള്ളൂ. അത് കഴിഞ്ഞ് അത്ലറ്റിക്കിന് വേണ്ടി കളിക്കുന്നുണ്ട്. ബാഴ്സ അത്ലറ്റ് ആണ്. അപ്പോൾ ആളുടെ കഴിഞ്ഞ മത്സരത്തിലെ പെർഫോമൻസിനെ കുറിച്ച് പറയണം. കിടിലം പെർഫോമൻസ്. ഡിപ്പോർട്ടിവോ അലാവസിനെതിരെ ബാഴ്സ കളിച്ചത് ഈ സീസണിലെ ഏറ്റവും മോശം മാച്ചായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, കപ്പടിച്ചു. ബാഴ്സ കഴിഞ്ഞ എൽ ക്ലാസിക്കോ ജയിച്ചിട്ട് കപ്പടിച്ചു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളിലൊന്നും വലിയ പ്രാധാന്യമില്ല. എന്നാൽ പോലും 100 പോയിന്റുകൾ എന്നൊരു ലക്ഷ്യം ബാഴ്സയ്ക്ക് ഉണ്ടായിരുന്നു. അതിലേക്ക് ബാഴ്സ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ബാഴ്സ ഇനി എന്തായാലും എത്തത്തില്ല. കഴിഞ്ഞ മത്സരം തോറ്റതോടുകൂടി ഇനി മാക്സിമം 97 പോയിന്റിലേക്ക് മാത്രമേ ബാഴ്സയ്ക്ക് എത്താൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ സീസൺ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ സീസൺ ഇതുപോലെയായിരുന്നു. ബാഴ്സ അവസാനത്തെ മത്സരങ്ങളിലൊക്കെ പോയിന്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലീഗിലെ അവസാന മാച്ച്, കപ്പെടുക്കുന്ന ആ ഒരു മാച്ച് തോറ്റിട്ടാണ് ബാഴ്സ പോയി കപ്പെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പ്രാധാന്യം ഇല്ലാതെ കളിക്കുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ. പിന്നെ ഇവർ സെലിബ്രേഷൻ ചെയ്തിരുന്നല്ലോ, വലിയ രീതിയിൽ സെലിബ്രേഷൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും അതും ചിലപ്പോൾ പെർഫോമൻസിനെ ബാധിക്കും. ഒരു ഓൺ ടാർഗറ്റ് ഷൂട്ട് പോലും ഇല്ല. ഞാൻ ആ ഒരു മാച്ചിൻ്റെ വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം അതാണ്. കാരണം എൻ്റെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്കറിയാം, ഞാൻ മാച്ചിൻ്റെ വീഡിയോസ് ചെയ്യുന്നത് ഈ സിനിമ വീഡിയോസ് ചെയ്യുന്ന പോലെയാണ്, സിനിമ റിവ്യൂ ഒക്കെ ചെയ്യുന്ന പോലെയാണ്. അല്ലാതെ ടാക്ടിക്കലി ഒരു 10-20% ടാക്ടിക്സ് മാത്രമേ കാണത്തുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ അത് കണ്ട എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ മാച്ച് വളരെ ശോകമായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. ഒരു ഓൺ ടാർഗറ്റ് ഷൂട്ട് പോലും ഇല്ല. 2-3 നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഷൂട്ടൊക്കെ അടിച്ചിട്ടുണ്ട്, 8 ഷൂട്ടൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷെ ഓൺ ടാർഗറ്റിലോട്ടൊന്നുമില്ല. ബോൾ പൊസിഷനൊക്കെ 70-ന് മേളിൽ 77% എന്താണ് ബോൾ പൊസിഷൻ. അപ്പൊ അങ്ങനത്തെ പെർഫോമൻസ് ബാഴ്സ നടത്തിയെങ്കിലും ഈ രീതിയിലുള്ള ഒരു സംഭവം ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ആൽവാരോ കോർട്ടസിനെ എനിക്ക് ആളുടെ പെർഫോമൻസ് എനിക്കൊരു ഇംപ്രസ്ഡ് ആയിട്ട് തോന്നാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാഴ്സയുടെ സിസ്റ്റം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഹൈ ലൈൻ, ഹൈ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം, ഒപ്പം നല്ല രീതിയിൽ ഡിഫെൻഡിങ്ങും ചെയ്യണം. കയറിപ്പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തിരിച്ച് ഇറങ്ങിയും വരണം. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ട്. സെന്റർ ബാക്ക് കളിക്കുന്ന പ്ലെയറിനെ സംബന്ധിച്ച് വലിയ പ്രഷറാണ്. പൗപ്പു ബാർസി തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വലിയ പ്രഷറാണ് ഈ ഒരു സിസ്റ്റത്തിൽ കളിക്കുന്നത് എന്നത്. കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനത്തെ സിസ്റ്റത്തിൽ കളിക്കുക എന്ന് പറയുന്നത് സെന്റർ ബാക്കിനെ സംബന്ധിച്ച് വൻ പ്രഷറാണ്. ഓഫ് സൈഡ് ട്രാപ്പ് സെറ്റ് ചെയ്യണം. ഈ ഒരു പ്ലെയർ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മാച്ചാണ്, ഡെബ്യൂ മാച്ചാണ്. 2 ടീമും, അതായത് ഈ ഡിപ്പോർട്ടിവോ അലാവസും ബാഴ്സയും 2 ടീമും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ആർക്കാ? ഈ ഒരു പ്ലെയറിനാണ്. ആൽവാരോ കോർട്ടസിനാണ് ഏറ്റവും ഉയർന്ന റേറ്റിംഗ്. ആളുടെ റേറ്റിംഗ് 7.6 90 മിനിറ്റ് ആൾ കളിച്ചു. അത് മാത്രമല്ല, എനിക്ക് ഇംപ്രസ്ഡ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസിംഗ് ആക്യുറസി. 95% പാസിംഗ് ആക്യുറസി. മൊത്തം ചെയ്തത് 93 പാസ് ചെയ്തു. അതിൽ 88 ഓൺ ടാർഗറ്റ്, 88 പാസ് കൃത്യമുള്ള പാസ്സായിരുന്നു, ആക്യുറേറ്റ് പാസ്സായിരുന്നു. 95% പാസിംഗ് ആക്യുറസി. അതും ഓപ്പോസിറ്റ് ഹാഫിൽ 41 പാസ് ചെയ്തു, 31 ആക്യുറേറ്റ് പാസ്സായിരുന്നു, 90% പാസിംഗ് ആക്യുറസി. ഓൺ ഹാഫിൽ 52 പാസ് ചെയ്ത് 51 ആക്യുറേറ്റ് ആയിരുന്നു, 98% പാസിംഗ് ആക്യുറസി. ലോങ് ബോളിന്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ 8 നൽകിയതിൽ 5 ആക്യുറേറ്റ് ആയിരുന്നു, 63% അതിൽ ലോങ് ബോളിന്റെ പാസിംഗ് ആക്യുറസി. ടച്ചസ് 109 ടച്ച് ചെയ്തു, അതിൽ 108 പ്രോപ്പർ ടച്ച്, 1 മാത്രമാണ് മിസ്സായിരുന്നത്. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ടോട്ടൽ ആ ഒരു മൊത്തം കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 235.6 മീറ്ററാണ്. പിന്നെ നമ്മൾ 8 ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻസ് ആൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഏരിയൽ ഡുവൽസ് എടുത്തു പറയേണ്ട കാര്യമാണ്. ആളുടെ ഏരിയൽ ഡുവൽസിന്റെ സമയത്ത് ആൾ കുറച്ചുകൂടി നല്ല രീതിയിൽ, ആൾക്ക് ഹൈറ്റ് ഉണ്ട്, ചെറിയൊരു ഫിസിക്ക് ആൾക്കുണ്ട്, 21 വയസ്സിൻ്റെ ഒരു ഫിസിക്ക് ആൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ ആൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ ഒരു പ്ലെയറിനെ കുറിച്ച് തിരക്കിയ സമയത്താണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, ആളെ അടുത്ത പിയോൾ ആണെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ചില ആൾക്കാർ, ചില മാധ്യമങ്ങൾ. ആളുടെ പെർഫോമൻസ് കാണുന്ന സമയത്ത് ആൾ നല്ല പാഷനറ്റ് ആണ്. ഒരു പക്ഷേ ഫ്യൂച്ചറിൽ ആ ഒരു ലെവലിലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ട്. ബാഴ്സയ്ക്ക് വേണ്ടി സ്ഥിരമായിട്ട് കളിക്കാനുള്ള സാധ്യതയൊക്കെ ഞാൻ കാണുന്നുണ്ട്. കിടിലൻ പ്ലെയർ ആണെന്നതിൽ ഒരു സംശയം വേണ്ട. കാരണം ഇത് ഫസ്റ്റ് മാച്ചിലെ പെർഫോമൻസ് ആണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, എടുത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. ഫസ്റ്റ് മാച്ചിലെ പെർഫോമൻസ് ആളെ സംബന്ധിച്ച് നല്ല 190 അടുത്ത് ഹൈറ്റ് ഉണ്ടല്ലോ, 189 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. അപ്പൊ അത് നല്ല രീതിയിൽ ആൾ ഏരിയൽ ഡുവൽസിൽ ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു ഗോൾ വന്ന സിറ്റുവേഷനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് മാർക്ക് ബെർണാഡ് ആ ഒരു പ്ലെയറിനെ
മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പൗ കുബാർസിക്ക് മിസ്സായി. പക്ഷേ ഈ ഒരു അൽവാരോ കോർട്ടസ് കൃത്യം ഒരു പ്ലെയറെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഒരു യങ് പ്ലെയർ കളിക്കുന്ന സമയത്ത് ഒരു സീനിയർ പ്ലെയർ അടുത്തുണ്ടെങ്കിൽ ആ പ്ലെയറിനൊപ്പം നല്ല രീതിയിൽ കളിക്കാൻ പറ്റും. സെൻറ്റർ ബാക്ക് പൊസിഷൻ അങ്ങനത്തെ ഒരു പൊസിഷനാണ്. പക്ഷേ കൂടെ കളിക്കുന്ന പൗ കുബാർസി എന്ന് പറയുന്നത് ഈ ആൽവാരോ കോർട്ടസിനെക്കാട്ടിൽ ഇളയതാണ്. പൗ കുബാർസി എനിക്ക് തോന്നുന്നു 19 വയസ്സെന്തേ ഉള്ളൂ, 19-20 വയസ്സേ ഉള്ളൂ. എങ്ങേർക്ക് 21 വയസ്സുണ്ട്. അപ്പോൾ ഒരു യങ് പ്ലെയറിന്റെ കൂടെയാണ് ഈ ഒരു പ്ലെയർ കളിച്ചിട്ടുള്ളത്, ഡെബ്യൂ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാഴ്സയെ സംബന്ധിച്ച് ഭാവിയിൽ ഈ ഒരു പ്ലെയർ സെറ്റ് ആകും എന്നതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. 2028 വരെ കോൺട്രാക്ട് ഉണ്ട്. അടുത്ത സീസണിൽ കൂടുതൽ അവസരങ്ങൾ ആൾക്ക് കൊടുക്കണം. ചില മാച്ചിൽ ഈ ഒരു കോപ്പ ഡെൽ റേയിലെ ചില മാച്ചസ് ഒക്കെ ഉണ്ടല്ലോ, സ്റ്റാർട്ടിങ് മാച്ചസ്, അതിലൊക്കെ ചാൻസ് കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇനിയുള്ള മാച്ചസ്, ഇനി 2 മാച്ചുണ്ട്. ആ 2 മാച്ചിൽ ആളെ തന്നെ ആദ്യം കളിപ്പിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അറിയാലോ, ബാഴ്സയുടെ അക്കാഡമി, ബാഴ്സയുടെ സ്കൗട്ട് കണ്ടുപിടിക്കുന്ന പ്ലേയേഴ്സൊക്കെ വേറെ ലെവൽ ക്വാളിറ്റി ഉള്ളവരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു പ്ലെയർ അൽവാരോ കോർട്ടസും ആ ലെവലിലുള്ളൊരു ക്വാളിറ്റി പുലർത്തുന്ന ഒരു പ്ലെയർ ആണെന്നതിൽ ഒരു സംശയം വേണ്ട. കിടിലൻ കളി. ആളെ സംബന്ധിച്ച് പാസിങ്, ആ ഒരു പ്ലെയറിനെ മാർക്ക് ചെയ്യുന്ന കാര്യം, ആ ഒരു ഹൈ ലൈൻ ആൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതായത് ഈ ഒരു ബാഴ്സയുടെ ഒരു സിസ്റ്റത്തിന് ഇങ്ങനത്തെ ഒരു പ്ലെയർ ആവശ്യമുണ്ടായിരുന്നു. ബാഴ്സയുടെ ഈ ഒരു ഹാൻസി ഫ്ലിക്കിന്റെ സിസ്റ്റത്തിൽ ലെഫ്റ്റ് ഫുട്ടഡ് ആയിട്ടുള്ള, കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഇതുപോലെ നല്ല രീതിയിൽ കയറി ഇറങ്ങി കളിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു സെന്റർ ബാക്കിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു പൊസിഷനിൽ പെർഫെക്റ്റ് ആണ് ആള്. ജെറാർഡ് മാർട്ടിൻ ഉണ്ട്. ജെറാർഡ് മാർട്ടിൻ നല്ല പ്ലെയർ ആണ്. പൗ കുബാർസി, ഇവർ രണ്ടുപേരാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത സീസണിൽ ഒരു എക്സ്പീരിയൻസ് പ്ലെയറെ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട്. കൊണ്ടുവരട്ടെ. ഒരു എക്സ്പീരിയൻസ് സെന്റർ ബാക്ക് വേണം, എന്നാൽ മാത്രമേ അത് നല്ല രീതിയിൽ വർക്ക് ആവത്തുള്ളൂ. പിന്നെ ടീമിൽ അല്ലാതെ കളിക്കാതിരിക്കുന്ന സെന്റർ ബാക്സ് ഉണ്ടല്ലോ, അവരെ പറഞ്ഞു വിടുക, ഈ ഒരു പ്ലെയറിന് അവസരം നൽകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഹാൻസി ഫ്ലിക്ക് സാധാരണ അവസരങ്ങൾ ഈ ഒരു പ്ലെയറിന് നൽകും. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ, ഈ മാച്ച് കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൂടാ, കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പ്ലെയറിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡ് ഷെയർ.